അടക്കി എന്താ ഇപ്പൊ നിക്കാൻ നേരമില്ല, ഞാൻ ഒരു അർജന്റിലാ. അല്ല നിങ്ങൾക്ക് നിങ്ങളിങ്ങോട്ട് ഈ വാണം വിട്ട മാതിരി പോണ ഒരു കാര്യം പറയാണ്ട് അവിടെ നിക്കേ. എന്താണ് കാര്യം? വേം പറയ്. നിങ്ങളാ വോട്ടിന്റെ കാര്യം ശരിയാക്കണ്ടേ? അതെ, എന്റെ പെങ്ങളെ പേരിൽ ഞാൻ കൊടുത്തിരുന്ന കേസാണ്ട് പിൻവലിച്ച്. അതെങ്ങനെ വാങ്ങിക്കാക്ക? അതിന് ഓളെ നമ്പർ ഇതൊക്കാണ്ട് വെച്ചുകൊണ്ട് അതങ്ങോട്ട് റെഡിയാക്കി. അല്ലെങ്കിൽ എത്ര കാലം അപ്പൊ പെങ്ങന്മാരൊക്കെ തെറ്റിക്കുക. അത് ശരി. നിങ്ങളതിന് കൊറേ കാലം ഗൾഫിലല്ലായിരുന്നല്ലേ? പിന്നെ ഇപ്പൊ ഒരു ബന്ധുക്കൾ എന്ന് പറയാൻ ഇപ്പൊ പെങ്ങള് മാത്രല്ലേ ഉള്ളൂ. അതേതായാലും നന്നായി. ആടാ, ഉള്ള ജീവിതം മുഴുവൻ ഗൾഫിലായില്ലേ. ഏതായാലും ഇപ്പൊ പെങ്ങൾക്ക് സുഖമില്ല, നമുക്ക് ആസ്പത്രി പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അർജന്റായിട്ട് പോകാം. നമുക്ക് വലൈക്കും അസ്സലാം. നിക്കാൻ നേരമില്ല, ഞാൻ പെങ്ങളെടുത്തൊന്ന് പോയി. കല്യാണം പറയാനാണ്. കല്യാണം ആയാലും കളിയാട്ടായാലും പെങ്ങളെടുത്ത് പോയി വന്നിട്ട്. എന്തോ ഒരു മനുഷ്യനാണ് ഇയാള്. പെങ്ങളെടുത്തുക ഇയാള് പെങ്ങളേറ്റ് തെറ്റിലായിരുന്നല്ല. ആ ഒറ്റ പെങ്ങളുള്ളൂ. ഇയാൾക്ക് എന്താ പീരാന്തായ? എന്തേലും ആയിക്കോട്ടെ. എടാ എന്റെ കൊത്തി വലിക്കടാ. ഇന്ന് കറിയൊക്കെ കിട്ടിയല്ല. അങ്ങനെ ഒന്ന് കിട്ടി. എന്താ മൈങ്ങക്ക എവിടുന്ന് വരണേ? ഞാന് ഇവിടെ നാറിട്ടിട്ടുണ്ടല്ലോ, അതില് വെള്ളമൊക്കെ റെഡിയാന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അല്ല, നിങ്ങളിപ്പോ എന്താ ഇവിടെ ഇലക്ഷനൊക്കെ ആയിട്ട് ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണ്? ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കണ്ടേ? വോട്ട് വന്നാ പോയി വോട്ട് ചെയ്യണോ? അല്ലാതെ ഇപ്പൊ പഴയമായ അതിന്റെ ബാക്കിൽ പോസ്റ്റർ ഒട്ടിച്ചാൻ ഇതിനൊന്നും പോകാൻ ഇപ്പൊ ഒരു മൂടില്ല. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഇപ്പത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ. എല്ലാരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? അതിന് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ടായാലും നമ്മളെ കടമ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, ഉള്ള വോട്ട് വെട്ടലും ഇല്ലാത്ത വോട്ട് ചേർക്കലും ഒക്കെ ആയിട്ട് ജനാധിപത്യം മരിച്ചു പോവും. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. അതല്ല, ഒന്ന് നിങ്ങളെ അയൽവാസിയും ഒന്ന് നിങ്ങളെ കുടുംബക്കാരനുള്ളോ ഇപ്രാവശ്യം മത്സരിക്കണേ? നിങ്ങളെ വോട്ട് ഇപ്പൊ നിങ്ങൾ ആർക്ക് കൊടുക്കും? വോട്ടൊക്കെ നമുക്ക് നയങ്ങൾക്കും നിലപാടുകൾക്കും അനുസരിച്ച് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്കിപ്പോ അതൊന്നുമല്ല, വലിയൊരു നേട്ടം ഇപ്പൊ 10 കൊല്ലായിട്ട് തെറ്റി നിന്നീന പെങ്ങളായിട്ട് നന്നാവാൻ പറ്റിയെന്നുള്ളതാ. മറ്റേത് വക്കീലിന് പൈസ ഒപ്പിക്കലും ഒക്കെ ആയിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാവിലെ എണീക്കുമ്പോ എന്തോ ഒരു മനസ്സമാന, എന്തോ ഒരു സന്തോഷ. ഏതായാലും നിങ്ങളെ പണി നടക്കട്ടെ, ഞാൻ എന്താ വരുന്നത്. ആയിക്കോട്ടെ.